വെൽക്കം ടു മൈ ചാനൽ. ഇന്ന് നമ്മൾ നോക്കുന്നത് 5ാം ക്ലാസ് SCERT ബേസിക് സയൻസ് ടോപ്പിക്കായ വ്യാധികൾ പടരാതിരിക്കാൻ എന്ന പാഠഭാഗത്തിൻ്റെ പാർട്ട് 1 ആണ്. നമ്മൾ ഈ ചാപ്റ്ററിൽ പഠിക്കാൻ പോകുന്നത് രോഗങ്ങളെക്കുറിച്ചും വാക്സിനുകളെക്കുറിച്ചുമാണ്. നമുക്ക് ആദ്യം തന്നെ ഈ ചാപ്റ്ററിൽ ഒരു ടേബിൾ ഫില്ല് ചെയ്യാനാണ് കൊടുത്തിട്ടുള്ളത്. ആ ടേബിളിൽ 2 കോളങ്ങളുണ്ട്. ആദ്യത്തെ കോളത്തിൽ പകരുന്ന രോഗങ്ങൾക്ക് ഉദാഹരണം എഴുതണം. രണ്ടാമത്തെ കോളത്തിൽ പകരാത്ത രോഗങ്ങൾക്ക് ഉദാഹരണം എഴുതണം. അപ്പോൾ നമുക്ക് നോക്കാം, പകരുന്ന രോഗങ്ങൾക്ക് ഉദാഹരണങ്ങൾ എന്തൊക്കെയാണെന്ന് നോക്കാം. നമുക്കറിയാം, ഡെങ്കിപ്പനി, മഞ്ഞപ്പിത്തം, എയ്ഡ്സ്, ക്ഷയം, എലിപ്പനി, ചിക്കൻ ഗുനിയ, ചിക്കൻ ബോക്സ് ഇവയൊക്കെയാണ് പകരുന്ന രോഗങ്ങൾക്ക് ഉദാഹരണം. ഇതിനു പുറമെ ഒരുപാട് ഉദാഹരണങ്ങളുണ്ട്. അപ്പോൾ ഈ പറഞ്ഞ രോഗങ്ങളെല്ലാം ഒന്നെങ്കിൽ വായുവിലൂടെ അല്ലെങ്കിൽ ജലത്തിലൂടെ, ഭക്ഷണത്തിലൂടെ, അതും അല്ലെങ്കിൽ ഒരാളിൽ നിന്ന് മറ്റൊരാളിലേക്ക് പകരുന്നവയാണ്. അതുകൊണ്ടാണ് ഇവയെ പകരുന്ന രോഗങ്ങൾ എന്ന് പറയുന്നത്. ഇനി നമുക്ക് അടുത്ത കോളം ഫില്ല് ചെയ്യാം. പകരാത്ത രോഗങ്ങൾക്ക് ഉദാഹരണം. പകരാത്ത രോഗങ്ങൾക്ക് ഉദാഹരണം ഏതൊക്കെയാണ്? ക്യാൻസർ, പ്രമേഹം, കരൾ രോഗം, ഹൃദ്രോഗം, കിഡ്നി സ്റ്റോൺ, ഗ്യാസ് ട്രബിൾ ഇവയൊക്കെയാണ് പകരാത്ത രോഗങ്ങൾക്ക് ഉദാഹരണം. അപ്പോൾ ഈ രോഗങ്ങളൊക്കെ എങ്ങനെയാണ് നമുക്കുണ്ടാകുന്നത്? നമ്മുടെ ജീവിതശൈലിയിലൂടെ അല്ലെങ്കിൽ നമ്മുടെ ഏതെങ്കിലും ഓർഗൻ പ്രോപ്പറായിട്ട് ഫങ്ഷൻ ചെയ്തില്ല എങ്കിൽ അങ്ങനെയൊക്കെയാണ് ഈ രോഗങ്ങൾ ഉണ്ടാകുന്നത്. അതുകൊണ്ട് ഇവയെ നമുക്ക് പകരാത്ത രോഗങ്ങൾ എന്ന് പറയാം. അടുത്ത നമുക്ക് നോക്കാനുള്ള ടോപ്പിക്കാണ് പകർച്ചവ്യാധികൾ. എന്താണ് പകർച്ചവ്യാധികൾ അല്ലെങ്കിൽ കമ്മ്യൂണിക്കബിൾ ഡിസീസ്? പകർച്ചവ്യാധികൾ എന്ന് പറയുമ്പോൾ ഒരു പ്രദേശത്ത് മാത്രം പടർന്നു പിടിക്കുന്ന രോഗങ്ങളെയാണ് പകർച്ചവ്യാധികൾ എന്ന് പറയുന്നത്. അല്ലെങ്കിൽ നമുക്ക് പറയാം ഒരാളിൽ നിന്ന് മറ്റൊരാളിലേക്ക് പകരുന്ന രോഗങ്ങൾ. ഉദാഹരണം കോമൺ കോൾഡാണ്. ഇനി നമുക്ക് നോക്കാനുള്ള അടുത്ത ടോപ്പിക്കാണ് മഹാമാരികൾ. പകർച്ചവ്യാധി എന്ന് പറയുമ്പോൾ ഒരു പ്രദേശത്ത് മാത്രം പടർന്നു പിടിക്കുന്ന രോഗത്തിനെയാണ് പകർച്ചവ്യാധി എന്ന് പറയുന്നത്. മഹാമാരികളാണെങ്കിൽ ഒരു രാജ്യത്ത് നിന്ന് മറ്റൊരു രാജ്യത്തേക്കോ അല്ലെങ്കിൽ ഒരു കോണ്ടിനെൻറ്റിൽ നിന്ന് മറ്റൊരു കോണ്ടിനെൻറ്റിലേക്കോ വ്യാപിക്കുന്ന സ്പ്രെഡാവുന്ന രോഗങ്ങളെയാണ് നമ്മൾ മഹാമാരികൾ എന്ന് പറയുന്നത്. ഉദാഹരണം പറയുകയാണെങ്കിൽ കോവിഡ്-19 എന്ന് പറയുമ്പോൾ ഒരു രാജ്യത്ത് നിന്ന് അതുണ്ടായി പിന്നീട് മറ്റ് രാജ്യങ്ങളിലേക്ക് അത് സ്പ്രെഡ് ചെയ്തു. മറ്റു ഉദാഹരണങ്ങൾ ടെക്സ്റ്റിൽ കൊടുത്തേക്കുന്ന ഏതൊക്കെയാണെന്ന് വെച്ചാൽ ക്ഷയം, വസൂരി, പ്ലേഗ്, കോവിഡ്-19 ഇവയൊക്കെയാണ് മഹാമാരിക്ക് ഉദാഹരണങ്ങൾ. അടുത്ത നമുക്ക് നോക്കാനുള്ള ടോപ്പിക്കാണ് രോഗകാരികൾ അല്ലെങ്കിൽ പാത്തജൻസ് എന്ന് പറയും. രോഗം ഉണ്ടാക്കുന്ന സൂക്ഷ്മജീവികളെയാണ് പാത്തജൻസ് എന്ന് പറയുന്നത് അല്ലെങ്കിൽ രോഗകാരികൾ എന്ന് പറയുന്നത്. അതായത് രോഗം ഉണ്ടാക്കുന്ന ബാക്ടീരിയ, വൈറസ്, ഫംഗസ് ഇവയൊക്കെയാണ് രോഗകാരികൾ എന്ന് പറയുന്നത്. ഇവയെ നമുക്ക് ഒരിക്കലും കണ്ണുകൊണ്ട് കാണാൻ പറ്റത്തില്ല. ഇവയെ മൈക്രോസ്കോപ്പ് എന്ന് പറയുന്ന ഒരു ഉപകരണത്തിൻ്റെ സഹായത്തോടെ നമുക്ക് കാണാൻ പറ്റും. അങ്ങനെ ഒരു ബാക്ടീരിയയുടെ മൈക്രോസ്കോപ്പിക് ഇമേജ് അവിടെ കൊടുത്തിട്ടുണ്ട്. അതേപോലെ ഒരു വൈറസിൻ്റെ മൈക്രോസ്കോപ്പിക് ഇമേജും അവിടെ കൊടുത്തിട്ടുണ്ട്. അടുത്ത നമ്മൾ പഠിക്കുന്നത് സൂക്ഷ്മജീവികളെക്കുറിച്ചാണ്. അതായത് മൈക്രോ ഓർഗാനിസത്തെക്കുറിച്ചാണ്. അവയെല്ലാവരും അപകടകാരികളല്ല. എന്ന് വെച്ചാൽ രോഗം ഉണ്ടാക്കുന്നവരല്ല എല്ലാവരും. ഒരുപാട് ഉപയോഗങ്ങളും ഉണ്ട്. നമ്മുടെ ഡെയിലി ലൈഫിൽ അവരെ ഒരുപാട് ഉപയോഗിക്കുന്നുണ്ട്. അങ്ങനെ കുറച്ച് യൂസസ് ആണ് നമ്മളിവിടെ പഠിക്കുന്നത്. ഒന്നാമത്തെ ഉപയോഗം എന്ന് വെച്ചാൽ നമ്മുടെ ബോഡിയിലുള്ള ഉപയോഗമാണ്. അതായത് നമ്മുടെ തൊലിപ്പുറത്ത് ധാരാളം ബാക്ടീരിയകളുണ്ട്. അവർ നമുക്ക് പ്രൊട്ടക്ഷനാണ് തരുന്നത്. ഒരുപാട് അലർജിയിൽ നിന്നൊക്കെ പ്രൊട്ടക്ഷൻ തരും. അതേപോലെ തന്നെ നമ്മുടെ ദഹനത്തിന് സഹായിക്കുന്ന ബാക്ടീരിയകൾ നമ്മുടെ ബോഡിയിലുണ്ട്. രണ്ടാമത്തെ ഉപയോഗമാണ് ദോശമാവ് പുളിപ്പിക്കുന്നതിനൊക്കെ വേണ്ടിയിട്ട് ഈസ്റ്റിനെയും ബാക്ടീരിയയൊക്കെ ഉപയോഗിക്കാറുണ്ട്. അതേപോലെ മൂന്നാമത്തെ ഒരു ഇമ്പോർട്ടൻ്റ് ഉപയോഗമാണ് ബാക്ടീരിയ, ഫംഗസ് മുതലായവയെ ഉപയോഗിച്ചുകൊണ്ടാണ് നമ്മൾ ഈ ജൈവ അവശിഷ്ടങ്ങളെയൊക്കെ വിഘടിപ്പിക്കുന്നത്. അവരാണ് വിഘടിപ്പിച്ച് മണ്ണിൽ മിക്സ് ചെയ്യുന്നത്. ഇതൊക്കെയാണ് മൈക്രോ ഓർഗാനിസത്തിൻ്റെ യൂസസ് എന്ന് പറയുന്നത്. അടുത്ത നമ്മൾ പഠിക്കാൻ പോകുന്നത് ഫംഗസുകളെക്കുറിച്ചാണ്. നമ്മുടെ ഡെയിലി ലൈഫിൽ നമ്മൾ ഒരുപാട് ഫംഗസുകളെ കാണുന്നതാണ്. അവ ഏതൊക്കെയാണ്? ടെക്സ്റ്റിൽ കുറച്ച് ഉദാഹരണങ്ങൾ പറഞ്ഞിട്ടുണ്ട് ഫംഗസുകളുടെ. ഏതൊക്കെയാണെന്ന് നോക്കാം. ഒന്നാമത്തെ നമ്മുടെ വസ്ത്രങ്ങളിലെ കരിമ്പൻ, അതൊരു ഫംഗസാണ്. അതേപോലെ തന്നെ അച്ചാറുകളിലും ബ്രെഡുകളിലും ഒക്കെ ഉണ്ടാകുന്ന പൂപ്പൽ ഫംഗസുകളാണ്. അതേപോലെ തന്നെ നമ്മൾ കഴിക്കുന്ന കൂണൊരു ഫംഗസാണ്. പക്ഷെ നമ്മുടെ ബോഡിക്ക് പ്രശ്നമൊന്നും ഉണ്ടാക്കത്തില്ല. ഇവയൊക്കെയാണ് ഫംഗസുകൾക്ക് ഉദാഹരണങ്ങൾ. ഇനി നമ്മൾ പഠിക്കുന്നത് മനുഷ്യന് രോഗം ഉണ്ടാക്കുന്ന ഫംഗസുകളാണ്. അവ 3 എണ്ണമാണ് ടെക്സ്റ്റിൽ പറയുന്നത്. അവരുടെ പേര് മാത്രമേ പറഞ്ഞിട്ടുള്ളൂ. അവയുടെ രോഗങ്ങളെ പറ്റി ടെക്സ്റ്റിൽ പറഞ്ഞിട്ടില്ല. അതും കൂടെ നമുക്ക് ജസ്റ്റ് നോക്കിപ്പോണം. മനുഷ്യന് രോഗം ഉണ്ടാക്കുന്ന ഒന്നാമത്തെ ഫംഗസാണ് കാൻഡിഡ. കാൻഡിഡ ഉണ്ടാക്കുന്ന രോഗം ഏതാണെന്ന് വെച്ചാൽ കാൻഡിഡിയാസിസ്. രണ്ടാമത്തെ ഫംഗസാണ് ക്രെപ്റ്റോകോക്കസ്. അതുണ്ടാക്കുന്ന രോഗം ക്രെപ്റ്റോകോസിസ്.
മനുഷ്യന് രോഗം ഉണ്ടാക്കുന്ന മൂന്നാമത്തെ ഫംഗസാണ് ഹിസ്റ്റോപ്ലാസ്മ. ഇവിടെ നമുക്ക് തെറ്റിപ്പോവും. ഹിസ്റ്റോപ്ലാസ്മ എന്ന് കേൾക്കുമ്പോൾ നമ്മൾ ഒന്നെങ്കിൽ ഉദ്ദേശിക്കുക അത് ടിഷ്യൂ ആയിട്ട് ബന്ധപ്പെട്ട എന്തെങ്കിലും വാക്കായിരിക്കും, അല്ലെങ്കിൽ പ്ലാസ്മയായിട്ട് ബന്ധപ്പെട്ട എന്തെങ്കിലും വാക്കായിരിക്കും. പക്ഷേ അതൊരു ഫംഗസാണ്. ഹിസ്റ്റോപ്ലാസ്മ ഒരു ഫംഗസാണ്. അതുണ്ടാക്കുന്ന രോഗവും കൂടെ പഠിച്ചു വെക്കണം, ഹിസ്റ്റോപ്ലാസ്മോസിസ്. ഇനി നമുക്ക് നോക്കാനുള്ള ഒരു പിക്ചറാണ്. ഈ പിക്ചർ എന്താ പറയുന്നതെന്ന് വെച്ചാൽ ഏതൊക്കെ സാഹചര്യങ്ങളിലൂടെയാണ് നമുക്ക് രോഗങ്ങൾ പകരുന്നത്, ആ സാഹചര്യങ്ങളാണ് നമ്മൾ പറയാൻ പോകുന്നത്. 2 സാഹചര്യമാണ് അവിടെ പറയുന്നത്. ഒന്നാമത്തെ സാഹചര്യം എന്താണെന്ന് വെച്ചാൽ നമ്മൾ ചുമയ്ക്കുമ്പോഴും തുമ്മുമ്പോഴും പ്രോപ്പറായിട്ട് ഹാൻഡ് കർച്ചീഫൊക്കെ ഉപയോഗിച്ചില്ല എങ്കിൽ രോഗങ്ങൾ പകരാനുള്ള ചാൻസ് ഉണ്ട്. രണ്ടാമത്തെ സാഹചര്യം എന്താണെന്ന് വെച്ചാൽ ഭക്ഷണ സാധനങ്ങളൊക്കെ പ്രോപ്പറായിട്ട് കവർ ചെയ്തില്ല എങ്കിൽ അതിൽ ഈച്ചയൊക്കെ വന്നിരുന്ന് നമുക്ക് രോഗങ്ങൾ ഉണ്ടാകാനുള്ള ചാൻസ് ഉണ്ട്. ഇതാണ് അവിടെ പറയുന്ന 2 സാഹചര്യങ്ങൾ. ഇത്രയും കാര്യങ്ങളാണ് പാർട്ട് 1 ഉൾപ്പെടുത്തിയിരിക്കുന്നത്. വീഡിയോ യൂസ്ഫുൾ ആണെന്ന് തോന്നിയാൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, കമൻറ്റ് ചെയ്യുക, അതിനോടൊപ്പം സബ്സ്ക്രൈബും കൂടെ ചെയ്യുക.